الحمد لله حمدا كثيرا طيبا مباركا فيه كما ينبغي لجلال وجهك ولعظيم سلطانك نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم بلغ الرسالة وأدى الأمانة ونصح لهذه الأمة وتركها في محجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك صلوات الله وسلامه عليك أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم صدق الله وصدق وبلغ على رسوله الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ മുത്തഖികളിൽ അവൻ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് സാമ്പത്തികമായി, ശാരീരികമായി, അതുപോലെ തന്നെ പ്രായങ്ങൾ കൊണ്ടെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മയെല്ലാം കരകയറ്റുമാറാകട്ടെ. ഇഹലോകത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും പല സാഹചര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയുമെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടപാടുകളിലുമെല്ലാം പലരുമായിട്ടെല്ലാം ബന്ധപ്പെടുകയെല്ലാം ചെയ്യുന്നവരാണ്. ഒരുപാട് ബന്ധങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയുമാണ് നമ്മളുടെ ജീവിതം തന്നെയുള്ളത്. നമ്മുടെ വീട്ടിലുണ്ട് മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. നമ്മളുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നാടിന്റെയും അങ്ങനെയുള്ള കുറെ ബന്ധങ്ങളും കാര്യങ്ങളുമുണ്ട്. ജോലിയും കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലുമെല്ലാം നമുക്ക് ബന്ധങ്ങളും സൗഹൃദങ്ങളെല്ലാം ഉണ്ട്. ഓഫ്ലൈനിലൂടെയും അതുപോലെ തന്നെ ഓൺലൈനിലൂടെയുമെല്ലാം ഒരു ബന്ധങ്ങളാൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളെയെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ
കൂട്ടിപ്പിടിക്കുവാനും അത് തകരാതെ സൂക്ഷിക്കുവാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും ചില സ്ഖലിതങ്ങൾ മതി, അതല്ലെങ്കിൽ ചില ഇടപെടലുകളുടെ പോരായ്മകൾ മതി അത് ചർച്ചയാകാനും അത് ഉദ്ധരിക്കപ്പെടാനും മനസ്സുകൾ തമ്മിൽ അകൽച്ചയെല്ലാം ഉണ്ടാക്കുന്നതിനുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രതികരണങ്ങളുടെ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നില്ലെങ്കിൽ അത് നമ്മളെ തെറ്റായി ധരിക്കാനും അതല്ലെങ്കിൽ തെറ്റായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ഒരുപാട് പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കാൻ അത് കാരണമാകും. പ്രതികരണങ്ങളിൽ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് കാര്യമായി പറഞ്ഞു തരേണ്ടതില്ല. നമ്മളെല്ലാം ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചില പദപ്രയോഗങ്ങളൊക്കെ നമുക്കുണ്ട്. പ്രത്യേകിച്ചും ഈ അടുത്ത സന്ദർഭത്തിൽ രാഷ്ട്രീയപരമായിക്കൊണ്ടും തെരഞ്ഞെടുപ്പ് പരമായിക്കൊണ്ടും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ പല രൂപത്തിൽ നിന്നുകൊണ്ടും കേട്ട ഇൻവെർട്ടഡ് കോമയിലിട്ടുകൊണ്ട് പറയുകയും ഉദ്ധരിക്കുകയും എല്ലാം ചെയ്ത ചില പദങ്ങളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ അതിന്റെ ചില സംഗതി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതികരണങ്ങൾ ഓരോ സന്ദർഭത്തിലും അതിനനുസരിച്ചുകൊണ്ടല്ലെങ്കിൽ അത് ദുരന്ത ഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ലിക്കുല്ലി മക്കാമിൻ മക്കാൽ. എല്ലാ ഓരോ സാഹചര്യത്തിനും അതിനനുസരിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളുണ്ട്. സാഹചര്യവും സന്ദർഭവും നോക്കി, ആളുകളെയൊക്കെ നോക്കി, അതല്ലെങ്കിൽ ബന്ധങ്ങളെയെല്ലാം നോക്കി അതിൻ്റെതായ നിലക്ക് ചിലപ്പോൾ പ്രതികരിക്കേണ്ടി വരും. ആ ബന്ധങ്ങളോ ഇതൊന്നും നോക്കാതെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രയാസങ്ങളിലേക്കും എത്തിപ്പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഇസ്ലാം പറയുന്നത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടവരാണ്. പുറമേയുള്ള സംഭവ വികാസങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഇനി നമ്മൾ നമ്മളിലേക്ക് വരണം. ഞാൻ ആദ്യമായി കൊണ്ട് ഞാൻ എന്ന വ്യക്തിയിലേക്കും പിന്നെ ഞാനെന്ന് പറയുന്ന എന്റെ മുന്നിലിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നിലപാടുകളും എന്റെ കാര്യങ്ങളും എന്റെ പ്രതികരണങ്ങളും എല്ലാ വിഷയങ്ങളിലും എത്രത്തോളം സൂക്ഷ്മതയുണ്ട്. ഞാൻ എന്റെ കുടുംബത്തിൽ പ്രതികരിക്കുന്നതിൽ, പറയുന്നതിൽ, ഞാൻ എന്റെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എന്റെ സഹപാഠികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എന്നോടൊപ്പം പഠിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ, അതല്ലെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ, അതല്ലെങ്കിൽ എന്റെ കസ്റ്റമറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലെല്ലാം എന്റെ പ്രതികരണവും എന്റെ രീതിയുമെല്ലാം എത്രത്തോളമാണ്. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിനെയാണ്. ഞാൻ എന്ന മുസ്ലിം എന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിനെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും നിലപാടുകൾക്കും അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടതും നമ്മൾ പ്രതികരിക്കേണ്ടതും. അതുകൊണ്ട് ഇസ്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നമ്മളുടെ മുമ്പിൽ വിവരിച്ചു തരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ ശരിയായിരിക്കാം, ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാഗത്ത് തീർത്തും ശരിയായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ എന്റെ ഭാഗത്ത് തെറ്റുമുണ്ടാകും. ഞാൻ എന്റെ ഭാഗത്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാൽ പോലും സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം അതിലിടപെടേണ്ടത്. പ്രതികരിക്കേണ്ടത് എന്റെ ഭാഗത്ത് ന്യായമാണ് എന്ന് കരുതിക്കൊണ്ട് ഞാൻ എന്തും പറയുക എന്നുള്ള രീതിയല്ല. അതല്ലെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തും തേടുക എന്നുള്ള രീതിയല്ല. മറിച്ച് അവിടെയെല്ലാം ഉള്ള ഒരു രീതി അത് പാലിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഇടപെടാൻ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. എല്ലാത്തിനോടും എപ്പോഴും എന്തിനും പ്രതികരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ നിലപാടല്ല. ഒന്നാമതായിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ 3-5 പോയിന്റുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് എല്ലാത്തിലും എന്ത് വിഷയമുണ്ടെങ്കിലും അതിലെല്ലാം പ്രതികരിക്കണം, ഞാൻ സംസാരിക്കണം, എന്റെ അറിയിപ്പ് അതിൽ എഴുതിയിരിക്കണം, ഞാൻ അത് കുറിച്ചിരിക്കണം എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തർക്കുഹു മാ ലാ യഅനി,
അറ്റ്ലീസ്റ്റ് അവനെ ബാധിക്കാത്ത കാര്യങ്ങളിലെങ്കിലും ഒന്ന് വിട്ടു നിൽക്കാലോ. ബാധിക്കുന്നതോ ബാധിക്കാത്തതോ എന്നുള്ളതൊന്നുമില്ല. എല്ലാത്തിനും ഞാൻ പ്രതികരിച്ചാലേ, എന്റെ ഒരു നിലപാട് ഞാൻ അറിയിച്ചാലേ, ഞാൻ അതിൽ പ്രതികരിച്ചാൽ മാത്രമേ അവിടെ അത് അടിവരയിടാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ, അതവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. എല്ലാത്തിനും പ്രതികരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയുടെ നിലപാടല്ല എന്നുള്ളതാണ്. അത് വരുമ്പോൾ എല്ലാത്തിലും പ്രതികരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ വരുന്നത് മൗനം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ചിലത് മിണ്ടാതിരിക്കുക, ചില വിഷയങ്ങളിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതും ഒരു ശക്തമായിക്കൊണ്ടുള്ള നിലപാടാണ്. പ്രതികരിക്കാതിരിക്കുമ്പോൾ പിന്നെ അവിടെ ചെയ്യേണ്ടത് മൗനം പാലിക്കുക എന്നതാണ്. ഒരാൾ മിണ്ടാതിരുന്നാൽ സാധാരണഗതിയിൽ നമ്മളെല്ലാം പറയാറുണ്ട് മൗനം സമ്മതമാണ് എന്നുള്ളത്. അത് ശരിയായൊരു നിലപാടല്ല. മൗനം സമ്മതമൊന്നുമല്ല. മൗനം പാലിക്കുന്നത് ചിലപ്പോൾ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടായിരിക്കും. അത് അവിടെ പാലിക്കേണ്ടി വന്നു കഴിഞ്ഞെങ്കിൽ മൗനം പാലിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്. അപ്പൊ മൗനം പാലിക്കുക എന്ന് പറയുന്നത് ഒരു മോശമായിക്കൊണ്ടൊരു നിലപാടുമല്ല. അവിടെ ചിലപ്പോൾ മൗനമായിരിക്കും ഏറ്റവും ഇത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം തന്നെയുണ്ട്. പ്രവാചകൻ ഇരിക്കുന്ന ഒരു സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സന്ദർഭത്തിൽ അങ്ങോട്ടേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. ചറപുറാന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചീത്ത വിളിക്കാൻ തുടങ്ങി. ആദ്യം പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. രണ്ടാമതും അദ്ദേഹം കുറെ ചീത്ത പറഞ്ഞു. ആ രണ്ടാമത്തെ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും പ്രതികരിച്ചില്ല. മൂന്നാമതും അദ്ദേഹം പ്രതികരിച്ചു. മൂന്നാമതും അദ്ദേഹം ചീത്ത വിളിച്ചു. മൂന്നാമതും ചീത്ത വിളിച്ചപ്പോൾ അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ മാന്യമായ രൂപത്തിൽ, വളരെ ചെറിയ രൂപത്തിൽ അത് പ്രതികരിച്ചു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് പോയി. അപ്പൊ ആ സന്ദർഭത്തിൽ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഗദിബ്ത അലയ്യ യാ റസൂലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ താങ്കൾ എന്നോട് കോപിച്ചുകൊണ്ടാണോ താങ്കൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ വന്ന് താങ്കളെ ചീത്ത പറഞ്ഞില്ലേ? ഒന്നാമത് പറഞ്ഞപ്പോഴും അവിടെ ഒരു മലക്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ മലക്ക് പറയുന്നുണ്ട്, കെദിബ്ത, നീ പറയുന്നത് പച്ചക്കള്ളമാണ് കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ടാമതും നിന്നെ ചീത്ത പറഞ്ഞപ്പോൾ അവിടെയും ആ മലക്ക് പറയുന്നുണ്ടായിരുന്നു കെദിബ്ത. രണ്ടിലും മൂന്നിലും ആ സന്ദർഭത്തിൽ രണ്ടിലും പറഞ്ഞ്, പക്ഷെ നീ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ അതിനെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ആ മലക്ക് അപ്രത്യക്ഷമായി. മലക്ക് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ സദസ്സിലേക്ക് കയറി വന്നത് പിശാചായിരുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫലമ്മൻ തസറ വഖഅ ശൈത്താൻ. നീ നിന്റെ പ്രതികരണം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പിശാച് വന്നു. ഫലം അകുൻ ലി അജ്ലിസ ഇത് വഖഅ ശൈത്താൻ. പിശാചുള്ള ഒരു സദസ്സിൽ ഞാൻ ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായൊരു നിലപാടല്ല. ഞാൻ ഇരിക്കൂല. അപ്പൊ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായ രൂപത്തിൽ തീർത്തും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ ചീത്ത പറയുകയും ചെയ്തു. ഒന്നും രണ്ടും നിലപാടുകൾ 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ആ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മൗനം പാലിക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉയർന്ന നിലപാടായിക്കൊണ്ട് മാറേണ്ടത്. 3 പറഞ്ഞാലും 4 പറഞ്ഞാലും 5 പറഞ്ഞാലും ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് പച്ചക്കള്ളമാണ് എന്ന് സമൂഹത്തിന് തോന്നുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മൾ കുറഞ്ഞ ആളായിട്ട് മാറാൻ നമ്മൾ നിലപാട് മാറരുത് എന്നുള്ള. അതുകൊണ്ട് മൗനം പാലിക്കുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ളൊരു നിലപാടിൽപ്പെട്ടതല്ല, ഉയർന്ന നിലപാടിൽപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാ സമയത്തും ഒരേ നിലപാട് തന്നെ ആയിരിക്കണമെന്നല്ല. മൗനം പാലിക്കുക എന്നുള്ളത് എല്ലാ സമയത്തേക്കും വേണ്ടിയിട്ടുള്ളതല്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും മൗനം പാലിക്കുക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നിലപാടായിട്ട് മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ ഫുർഖാനിൽ എന്താ പറയുന്നത്? വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ. ജാഹിലീങ്ങളായിക്കൊണ്ടുള്ള ചർച്ച ചെയ്യാൻ, സംസാരിക്കാനൊന്നും ഉള്ള യോഗ്യതയില്ലാത്ത, അതല്ലെങ്കിൽ അതിന് പറ്റാത്ത ഒരു വിഭാഗം ആളുകളെയൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളണം. അവിടെ പ്രതികരിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഒരു സന്ദേശമായി കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുക, മൗനം പാലിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാടുകളിൽ ഏറ്റവും ശക്തമായിക്കൊണ്ട് സംഗതിയാണ്. എല്ലാത്തിനോടും എപ്പോഴും പ്രതികരിച്ചുകൊണ്ടല്ല, ചില സന്ദർഭങ്ങളിലെങ്കിലും മൗനം പാലിക്കാൻ നമ്മൾ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ആ അദ്ദേഹത്തെക്കുറിച്ച് നല്ല ഇതിലേക്കായിരിക്കും തീർച്ചയായിട്ടും എത്തിപ്പെടുക. അതുകൊണ്ട് അതൊരു നിലപാടായിക്കൊണ്ട് നമ്മളെ വിഷയങ്ങളിൽ നമ്മൾ
ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഇങ്ങനെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത, അതല്ലെങ്കിൽ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നതാണെങ്കിൽ, ശരിയാണോ ശരിയല്ലയോ എന്നുള്ള അവസ്ഥയിൽ വെച്ചുകൊണ്ട് തോന്നുന്നതാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. എല്ലാത്തിനെയും അതിന്റെ ഗൗരവം എടുത്തുകൊണ്ട് എനിക്കൊരു വിമർശനം വരുമ്പോൾ ആദ്യത്തിൽ തന്നെ ഞാൻ അതിന് മറുപടി കൊടുത്തിരിക്കണം, ഞാൻ അതിനോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാണെന്ന് സമൂഹം വിലയിരുത്തും എന്നൊന്നും പറയുന്നതിന് അർത്ഥം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേണമെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാമായിരുന്നു. സമൂഹം അതിനെ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കില്ലേ, ഞാൻ മോശക്കാരനാണ്, ഞാൻ തെറ്റുകാരനാണെന്ന് സമൂഹം വിലയിരുത്തുകയില്ലേ എന്ന് വേണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ന്യായം വേണ്ടി പ്രവാചകന്റെ മുമ്പിൽ സമർപ്പിക്കാമായിരുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയല്ല, അത് നീ മൗനം പാലിക്കലായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു ക്ഷമിക്കുവാൻ കഴിയണം, ക്ഷമിക്കുവാനും സഹിക്കുവാനും അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം എന്നുള്ളതാണ്. എല്ലാത്തിനെയും തീരെ ക്ഷമയില്ലാതെ അതിനോടെല്ലാം അസഹിഷ്ണുതമായിക്കൊണ്ട് പെരുമാറുന്ന ഒരു നിലപാടല്ല ഉണ്ടാകേണ്ടത്. ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിക പ്രവർത്തനമായിക്കൊണ്ടോ അതല്ലെങ്കിൽ ദീനീ പ്രവർത്തനമായിക്കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന്റെ വിഷയത്തിലായിരുന്നാലും ഇറങ്ങുമ്പോൾ അതിശീഘ്രം അതല്ലെങ്കിൽ വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉണ്ടാവും. പ്രവാചകന്മാരുടെയും സഹാബിമാരുടെയും ഇതിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിഞ്ഞ ആളുകളുടെ എല്ലാം ചരിത്രത്തിലെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. വിമർശനങ്ങളെയും എതിർപ്പുകളെയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനോട് അതേ രൂപത്തിൽ തന്നെ പ്രതികരിച്ചവരല്ല. പ്രവാചകനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഉദുൻ, എല്ലാം കേൾക്കണം, ഉണ്ടായിരിക്കുന്ന ഒരാളാണെന്നാണ് പ്രവാചകനെ കുറിച്ചുള്ള വിമർശനം എന്ന് പറയുന്നത്. അപ്പൊ വിമർശനം അത് ശരി തന്നെയാണ്. പ്രവാചകൻ പലതും കേട്ടിരുന്നു, പ്രവാചകൻ അവിടെ മൗനമായി കൊണ്ട് നിലനിന്നിരുന്നു. പ്രവാചകൻ പ്രതികരിക്കാത്ത അവസ്ഥകളുണ്ടായിരുന്നു. വാളും എടുത്തുകൊണ്ട് വന്നില്ലേ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം, ഞാൻ ഇതിന് പ്രതികരിക്കട്ടെ എന്ന് ചോദിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അടങ്ങാനാ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു നീ ഇപ്പൊ അടങ്ങ്, കാരണം അടങ്ങിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് അവരിതേ മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന കാണാൻ പാടില്ലേ. കാരണം അവർക്ക് പുറമേ ഉള്ളവർക്ക് ആരാണ് മുനാഫിക്ക് ആരാണ് മുസ്ലിം ഒന്നും അറിയില്ല. എല്ലാവരും അവന്റെ ഗണത്തിൽ ഒറ്റ ഇതിലാണുള്ളത്. അതുകൊണ്ട് ആര് പ്രതികരിച്ചാലും ശരി, അതിന്റെ ഇടയിലുള്ള ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞെങ്കിൽ അതല്ലെങ്കിൽ അവനെതിരെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചു കഴിഞ്ഞെങ്കിൽ അപ്പൊ പറയുന്നത് അവർ പരസ്പരം തമ്മിലടിക്കാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയേണ്ടായിട്ടുണ്ട് അടങ്ങ് ഉമറേ എന്ന്. പല സന്ദർഭങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ അടക്കിയിരുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് ക്ഷമിക്കാൻ സാധിക്കണം. വിമർശനങ്ങളെയും എതിർപ്പുകളെയും എനിക്കെതിരെയുള്ള എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലെല്ലാം വരുമ്പോൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്നതാണ്. പ്രതികരിക്കുക എന്ന് പറയുന്നതല്ല ഏറ്റവും ഉയർന്നത്. മിണ്ടാതിരിക്കുകയും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന കൊടുത്ത സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുതപ്പിട്ട് പുതച്ചു കിടക്കുന്നവനെ എഴുന്നേറ്റ് നീ പോ, നീ കർമ്മരംഗത്തേക്ക് ഇറങ്ങൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയ സന്ദർഭത്തിൽ ഉപദേശമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞത് സ്വഭാവ ഗുണങ്ങളും അതല്ലെങ്കിൽ അതിന്റേതായ ഗണങ്ങളൊക്കെ ഉണ്ടാവണം. അവൻ ഒരു വ്യക്തിത്വം എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിന്റേതായ എല്ലാം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വലിയ റബ്ബിക ഫസ്ബിർ, നിന്റെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കണം. ഈ മാർഗത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ വ്യക്തിപരമായി കൊണ്ടും അതെല്ലാം ഉണ്ടാവും. ആ സമയത്തുമെല്ലാം ക്ഷമിക്കാൻ സാധിക്കണം. അജബൻ ലി അംറിൽ മുഅ്മിനീൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാ അത്ഭുതം തന്നെയാണ്. ആ അത്ഭുതം പറഞ്ഞിട്ട് പറയാണ് എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. അവൻ എന്തെങ്കിലും പ്രയാസമുണ്ടായിരുന്നാൽ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും അതുപോലും അവന് നന്മയായി മാറും. കാരണം എന്താ? സ്വബറ, അവനവിടെ ക്ഷമിക്കും. ആ മാർഗത്തിൽ അവൻ ക്ഷമിക്കും. എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായി കൊണ്ടെന്തെങ്കിലും പ്രയാസം വന്നു, അതല്ലെങ്കിൽ ശാരീരികമായി കൊണ്ടെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ഒരു പ്രയാസം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, നമ്മുടെ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ, കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിൽ സുഹൃത്തുക്കളുമായി എന്തെങ്കിലും വിഷയത്തിൽ പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, അവിടെയും അവൻ ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്ന ഒരു മനസ്സിലേക്ക് അവൻ എത്തിപ്പെടണം എന്നുള്ളതാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിർ
വബശ്ശിരി സ്വാബിരീൻ. എല്ലാ നിലക്കും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. ഓരോരോ സന്ദർഭങ്ങളിലും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും നൽകിയും നൽകാതെയും ഇങ്ങനെ പ്രയാസപ്പെടുത്തിയും പ്രയാസമില്ലാത്ത രൂപത്തിലേക്ക് നല്ല അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ബശ്ശിരി സ്വാബിരീൻ. അവിടെയെല്ലാം സബറോട് കൂടിയിട്ട്, സഹനത്തോടു കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ട് ഉയർന്നു നിൽക്കാൻ സാധിച്ചാൽ അവനായിരിക്കും വിജയം വരിച്ചവൻ എന്നാണ് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സത്യവിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? വൽ കാളിമീനൽ ഗൈദ്, കോപത്തെ കടിച്ചിറക്കുന്നവനാകുന്നു. കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവനല്ല, പ്രതികരിക്കുന്നവനല്ല ശക്തിമാൻ, അതല്ലെങ്കിൽ ഏറ്റവും ഉന്നതനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ദേഷ്യം വരുമ്പോഴാണ് ക്ഷമിക്കേണ്ടത്. വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാന്ന് അതിലൊരു കാര്യമില്ല. പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ തടഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ക്ഷമിക്കാൻ പറ്റാത്ത അവസരം ഉണ്ടായതുകൊണ്ടാണ് അവിടെ ക്ഷമിക്കാൻ പറഞ്ഞത്. കാരണം ചൊറിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നമ്മളോട് പ്രതികരിച്ചത് ഉണ്ടായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് പ്രതികരിച്ചിട്ടുണ്ടാവും, ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇഷ്ടപ്പെടാത്തത് പറയുമ്പോഴും അവിടെ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം, വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. റമദാനിൽ നമ്മൾ അവസാനത്തെ 15 കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ തുടങ്ങാറുണ്ട്. അവസാനത്തെ 10 പ്രത്യേകമായി കൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ചയുള്ളവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ. എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളെ കൂടെയുള്ളവരോട്, നമ്മുടെ ആളുകളോട്, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവിടെ ഒന്നും ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറല്ല. നമ്മൾ ഏത് നിലപാടിലാണോ ഉള്ളത് ആ നിലപാടിൽ തന്നെ ഞാൻ അടിയുറച്ചു നിൽക്കും. അതല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മാറാനുള്ള ഒരവസരമോ സാഹചര്യമോ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊടുക്കുകയില്ല എന്ന് വിചാരിക്കുന്നത് ആ ഒരു നിലപാട് ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു സംഗതിയല്ല. തിരിച്ചു ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരിക്കെ തന്നെ അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കണം. അധികാരവും ഉണ്ടായിരുന്നു, അതിനുള്ള കഴിവുണ്ടായിരുന്നു, അതിനുള്ള എല്ലാവിധ യോഗ്യതകളും ഉണ്ടായിരുന്നു. ആ സമയത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കണം. മക്കൻ ഫതഹിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിജയിച്ചു വന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ അവിടെ ഒരു ചോദ്യം പ്രവാചകന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രവാചകൻ അവരോട് ചോദിക്കുന്നു, മാദാ തദുന്നൂന അന്നി ഫാഇലും ബിക്കും, ഞാൻ എന്താ ചെയ്യാൻ പോണേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല കാഴ്ചപ്പാടും നിലപാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അഖുൻ കരീം വബ്നു അഖിൻ കരീം, താങ്കൾ ഒരു മാന്യനായ ഒരു വ്യക്തിയുടെ മകനാണ്. അതുകൊണ്ട് ഞങ്ങൾ താങ്കളിൽ നിന്ന് മാന്യത മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം താങ്കളുടെ ചരിത്രത്തിൽ അതൊക്കെ തന്നെയേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, നിങ്ങളെല്ലാവരും പോയിക്കൊള്ളുവിൻ. അലാ തസ്രീബ അലൈക്കുമുൽ യൗം, പ്രതികരിക്കാനുള്ള പ്രതികാര നടപടി സ്വീകരിക്കുവാനുള്ള എല്ലാവിധ കഴിവും എല്ലാവിധ അധികാരവും ശക്തിയും ഉണ്ടായിരുന്നിട്ട് കൂടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, പ്രതികരിക്കുന്നില്ല ആർക്കെതിരെയും. ഇതേ സംഭവം ഇതേ രൂപത്തിൽ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാമയെ വധിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി ശ്രമിച്ച, അതിൽ പരാജയപ്പെട്ട് അവസാനം ഇതൊന്നും അറിയാതിരുന്ന ആ സഹോദരന്മാർ അവരുടെ മുമ്പിൽ, യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ മുമ്പിൽ തിരിച്ചു വരുന്ന ഒരു രംഗം ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാമയും അന്ന് ഇതേ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് ഒരു പ്രതികാരവും ഞാൻ ചെയ്യുന്നില്ല, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് എതിർക്കുന്നവരോടും എന്റെ അവകാശങ്ങളുണ്ട് എന്നുള്ളതോടൊപ്പം തന്നെയും എന്നെ വിമർശിക്കുന്നവരോടും എന്നെ എതിർക്കുന്നവരോടുമെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തണം. ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുന്ന, അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിന്റെയുമുള്ള ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണം. നാലാമതായി കൊണ്ട് പറയാനുള്ളത്, പ്രതികരിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കുക. ഇനി പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ശ്രമിക്കേണ്ടത്. പക്ഷെ എപ്പോഴും അത് ഫിറ്റായിക്കൊള്ളുന്നില്ല. പ്രതികരിക്കാനുള്ള, പറയാനുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ സാധിക്കണം. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ സാധിക്കണം. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ എന്നും ഖുർആനിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. തിന്മയോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ സാധിക്കണം. ഒരു എതിർപ്പ് പറഞ്ഞൊരു മനുഷ്യനോട് സ്നേഹത്തോടു കൂടിയിട്ട്
പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മറുപടി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയും ആ സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വിലമതിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിലമതിക്കാത്തൊരു സംഗതിയാണ്. ആ ഇങ്ങോട്ട് വാളെടുത്തു വരുന്ന ആളോട് വളരെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള 2 വാക്ക് തിരിച്ചു പറയുമ്പോൾ അവൻ ആ വാള് താഴെ ഇട്ടുകൊണ്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള ഇടപെടലുകൾ അതല്ലെങ്കിൽ ആ വർത്തമാനങ്ങളാണ് ഒരു മനുഷ്യന്റെ രംഗം അത് സജീവമാക്കുന്നതിൽ അത് ലളിതമാക്കുന്നതിലുള്ളത്. ചില ആളുകളോട് പറയാൻ പോലും പറ്റൂല എന്നുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ തിരിച്ചെന്താണ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലും അറിയാൻ പാടില്ലാത്ത രൂപത്തിലാണുള്ളത്. ഞാൻ വേറെ ആരെ പറ്റിയുമല്ല പറയുന്നത്, എന്നെ പറ്റിയും എന്റെ ഈ സദസ്സിലിരിക്കുന്ന ആളുകളെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം കുത്തുബ പറയുന്നത് വേറെ ആളുകൾക്കും വേണ്ടിയിട്ടല്ല, എനിക്കും നമ്മുടെ ഈ കൂടിയിരിക്കുന്ന ആളുകൾക്കും വേണ്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കാവുന്നതാണ്. ഇത് നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ സാധിക്കുക, നല്ല രൂപത്തിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്. അതല്ലെങ്കിൽ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം, ചോദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണയായിരിക്കാം ഉണ്ടാകുന്നത്. ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുന്ന രൂപത്തിൽ മാന്യമായിക്കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രംഗമെല്ലാം ശാന്തമാകുന്നതാണ്. അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കുക, ഏറ്റവും നല്ല രൂപത്തിൽ നല്ല ശൈലിയിൽ നമ്മൾ പ്രതികരിക്കണം. ആകർഷണീയമായ രൂപത്തിൽ നല്ല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല സാഹചര്യങ്ങളിലൂടെയെല്ലാം നമുക്ക് പ്രതികരിക്കാൻ അങ്ങനെ ചെയ്യണം. അതല്ലാത്തതെല്ലാം ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ളതാണ്. മോശമായ രൂപത്തിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള സ്വഭാവത്തിൽപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, പ്രവാചകരെ, അല്ല ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ? അഹബ്ബുൻ നാസി ഇലല്ലാഹ്. അപ്പോ നല്ലവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹ് വ അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും വ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടവനുമാകുന്നു. അഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അല്ലാഹുവിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതാന്ന് ചോദിച്ചുമ്പോൾ സുറൂറുൻ തുദ്ഖിൽഹു അലാ മുസ്ലിം. ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം നിറക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ, നിങ്ങളുടെ ഇടപെടലുകളിലൂടെ, നിങ്ങളുടെ സഹായങ്ങളിലൂടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങളിലൂടെ ഒരു മനുഷ്യനിൽ ഒരു സന്തോഷം നിറക്കാൻ സാധിച്ചാൽ, സ്നേഹം കൊടുക്കാൻ സാധിച്ചാൽ അവനാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്തവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളിലൂടെ, നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും നല്ലത് കൊടുക്കാൻ സാധിക്കണം. ഷഹീദ് ഹസനുൽ ബന്നാം അദ്ദേഹം ഒരു സന്ദർഭത്തിൽ അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയണ്ടായി, കൂനൂ മഅന്നാസ് കശജരി യർമൂനഹും ബിൽ ഹിജാരി വതർമീഹിം ബിത്തിമാർ. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു വൃക്ഷത്തെ പോലെയാകണം. കൂനൂ മഅന്നാസി കശജരി, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു വൃക്ഷത്തെ പോലെയാകണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കല്ലെടുത്താണ് വൃക്ഷത്തിലേക്ക് എറിയുന്നത്. കല്ലെടുത്ത് വൃക്ഷത്തിലേക്ക് എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃക്ഷത്തെ നോവിക്കുക എന്നാണ്. പക്ഷെ തന്നെ നോവിക്കുന്നവർക്കെല്ലാം നല്ല പഴങ്ങൾ പൊഴിച്ചിട്ട് കൊടുക്കുന്ന, തന്നെ ഉപദ്രവിക്കുന്നവർക്കെല്ലാവർക്കും തിരിച്ച് നല്ല പഴുത്ത പഴങ്ങൾ അല്ലെങ്കിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല വൃക്ഷത്തെ പോലെ നീ ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ സാധിക്കണം. എതിർപ്പുകൾ ഉണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അരുതായ്മകൾ ഉണ്ടാകും, നമുക്കിഷ്ടപ്പെടാത്ത പ്രതികരണങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സന്ദർഭത്തിലെല്ലാം അവിടെ അതേ രൂപത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്, മറിച്ച് സ്നേഹത്തിന്റെയും നല്ല രൂപത്തിൽ നിന്ന് പ്രതികരിക്കുക. അഞ്ചാമതായിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് തെറ്റായ രൂപത്തിൽ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു തെറ്റായ രൂപത്തിലുള്ള ഒരു സന്ദേശവും നമ്മൾ കൊടുക്കാതിരിക്കുക. എടുത്തപടി കേട്ടപാടി വൈകാരികമായി കൊണ്ട് എന്തിനോടും പ്രതികരിക്കുക. കേട്ടപടി തന്നെ അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുക്കണം, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതണം, അതിനെക്കുറിച്ച് അത് പ്രതികരിക്കണം എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരു വൈകാരിക തരത്തിൽ നിന്നുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല ഒരു ഇതിലല്ല എന്നുള്ളത്. ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയായിരുന്നു. ഒരു ഖബറിടത്തിന്റെ അടുത്തുള്ള ഒരു മറ്റു മഖബറയുടെ അടുത്തുകൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇത്തഖില്ലാഹ വസ്ബിരി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആരാണിതൊന്നും മനസ്സിലായില്ല, പ്രവാചകനാണെന്നൊന്നും അവർക്ക് മനസ്സിലായിരുന്ന. നിനക്ക് എന്റെ പ്രശ്നങ്ങളെ പറ്റിയൊന്നും നിനക്കറിയില്ലല്ലോ, എന്നെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും നിനക്കറിയില്ലല്ലോ, നിനക്ക് ഉപദേശിച്ചാൽ മതി എന്നുള്ള രൂപത്തിൽ അലൈക അന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്രതികരിച്ചു. എനിക്ക് ബാധിച്ച കാര്യങ്ങളെ പറ്റിയൊന്നും താങ്കൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു. പ്രവാചകൻ അവിടെ ഒന്നും വേണ്ടിയില്ല, പ്രവാചകൻ പോയി. പക്ഷെ പിന്നീട് അവരറിഞ്ഞു അത് പ്രവാചകനായിരുന്നു അവരോട് പറഞ്ഞത്
പറഞ്ഞതെന്നെല്ലാം അറിഞ്ഞു. പക്ഷെ അവരാകെ പ്രാർത്ഥത്തിലായിരുന്നു. അവര് അപരിഷ്കൃതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള സ്ത്രീയായിരുന്നു. എന്നിട്ട് നിലപാടുകളിലേക്കൊന്നും എത്തിയിരുന്നില്ല. അവരുടെ ആ അപരിഷ്കൃത ഇതിൽ നിന്നുകൊണ്ട് അവർ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ക്ഷമാപണ സ്ഥലത്തിൽ അവിടെ ചെല്ലുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, കേട്ട മാത്രമേ ക്ഷമാപണ സ്ഥലത്തിൽ പറഞ്ഞു, ഇന്നമസ്വദമത്തു സ്വദുറു എന്ത് സ്വതമത്തില്ലൂല. അത് ആരംഭത്തിലാണ് ഉണ്ടാകേണ്ടത്, ഇപ്പോഴല്ല തിരിച്ചറിവുണ്ടാവേണ്ടത്. അപ്പോഴായിരുന്നു നിനക്ക് തിരിച്ചറിവുണ്ടാവേണ്ടത്. ആ ഒരു സന്ദർഭത്തിൽ, പ്രതികരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു തിരിച്ചറിവുണ്ടാവേണ്ടത്. അങ്ങനെ തിരിച്ചറിവോടുകൂടി കൊണ്ട് പ്രതികരിക്കാൻ സാധിക്കണം. പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചൊരു സന്ദർഭം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ അതിലൂടെ കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിനു ശേഷം എഴുതുകയാണെങ്കിൽ കൈകൊണ്ട് എഴുതുന്നവൻ, പ്രതികരിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്നവൻ. അപ്പോൾ ആലോചനയും ചിന്തയും ഓരോ പ്രതികരണങ്ങൾക്ക് മുമ്പിലും ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ടല്ലോ, വലൗ കുൻത ഫദ്ദൻ ഖലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. പ്രവാചകരെ, താങ്കൾ പരുഷമായിട്ടുള്ള ഒരു രൂപത്തിലായിരുന്നു അവരോട് പ്രതികരിച്ചിരുന്നതെങ്കിൽ അവരെല്ലാം താങ്കളിൽ നിന്ന് ഓടി പോകുമായിരുന്നു, താങ്കളുടെ അടുത്തേക്ക് വരികയില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഉപദേശ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കുമ്പോൾ വളരെ കണിശമായ രൂപത്തിൽ, അതല്ലെങ്കിൽ പരുത്തമായ രൂപത്തിൽ, കടുത്ത ശൈലിയിൽ നമ്മൾ ഒരിക്കലും പ്രതികരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ്. എന്തിനും ഏതിനും ചാടി പ്രതികരിക്കുന്ന രൂപത്തിൽ അത് നമ്മൾ ഒഴിവാക്കണം. പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്യമായി കൊണ്ട് അതിനോടൊന്നും പ്രതികരിക്കാൻ സാധിക്കണം. തെറ്റായതൊന്നും നമ്മൾ പ്രചരിപ്പിക്കുകയില്ല. കിട്ടിയതെല്ലാം ഫോർവേഡ് ചെയ്യുന്ന ഒരു യുഗത്തിലല്ല നമ്മൾ. ഏറ്റവും ആദ്യം കിട്ടിയത് ഏറ്റവും ആദ്യം ഞാൻ തന്നെ അത് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു തെറ്റായ നിലപാടിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. ഇന്ന് നമ്മൾ ഈ യുഗത്തിലാണുള്ളത്. എല്ലാം പൊള്ളയാണ് എന്നുള്ള, സത്യം പോലും തെറ്റാണ് എന്ന് വിളിച്ചു പറയുന്ന ആളുകളുള്ള ഒരു ലോകത്തിലൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കിട്ടിയിരിക്കുന്നത് മുഴുവൻ ശരിയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉറപ്പുവരുത്തി ശരിയാണെന്ന് തോന്നിയാൽ പോലും ഞാനിതിവിടെ പ്രതികരിക്കുന്നത്, ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഞാനിവിടെ പറയുന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് ഞാൻ ആലോചിക്കേണ്ടതുണ്ട്. ഇത് സമൂഹത്തിൽ ഒരു ഛിദ്രതയും ഒരു പ്രശ്നവും ഉണ്ടാക്കുവാനാണത് ഉപകരിക്കുക, അതല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് തൽക്കാലം മാറ്റിവെക്കുക, അതിൽ നിന്ന് വിട്ടുനിൽക്കുക. വേറെ നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പകയും വിദ്വേഷവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. തെറ്റിക്കഴിഞ്ഞാലും വളരെ മാന്യമായ രൂപത്തിൽ പ്രതികരിക്കുക. സാധാരണ അങ്ങനെയാണല്ലോ, രണ്ടുപേര് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വായി തോന്നുന്നത് എന്ത് വിളിച്ചു പറയും. അത് നമ്മുടെ മാറൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മാറൻ രൂപത്തിലുള്ള ചെറിയ അഭിഷേകങ്ങൾ മുതൽ എല്ലാം വരുന്ന ഒരവസ്ഥയുണ്ടാകും. അതൊരു സത്യവിശ്വാസിയുടെ സ്വഭാവ ഗുണത്തിൽപ്പെട്ടതല്ലെന്ന്, മറിച്ച് മുനാഫിക്കിന്റെ ഗുണമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എണ്ണിയിട്ടുണ്ട്. ഇദാ ഖാസമ ഫജർ എന്ന് പറഞ്ഞുകൊണ്ട് പുലഭ്യം പറയുന്ന ഒരവസ്ഥ, തെറ്റിക്കഴിഞ്ഞാൽ പുലഭ്യം പറയുന്ന, ചീത്തി വിളയ്ക്കുന്ന ഒരവസ്ഥ, വായിലുള്ള എന്തും മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മോശമായ ശൈലിയിൽ നിന്നുകൊണ്ട് പറയുക എന്ന് പറയുന്നത് ഒരു മുനാഫിക്കിന്റെ ലക്ഷണമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് മുനാഫിക്കിന്റെ ലക്ഷണം നമ്മുടെ സ്വഭാവത്തിലുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലുമുണ്ടോ, നമ്മുടെ ഇടപെടലുകളിലും നമ്മളുടെ പ്രതികരണങ്ങളിലുമുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് സമൂഹത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്, ബന്ധങ്ങളുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സമൂഹമായിരുന്നാലും വ്യക്തികൾ തമ്മിലുള്ളതായിരുന്നാലും എല്ലാത്തിന്റെയും കെട്ടുറപ്പിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇതിന്റെ നിലനിൽപ്പുള്ളത്. അതിനെ ഭദ്രമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നല്ല കാര്യങ്ങളുമാണ് നോക്കേണ്ടത്. ഒരു കസ്റ്റമർ എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലത്തിലേക്ക് വരുമ്പോൾ, ഒരു കച്ചവടക്കാരൻ കസ്റ്റമറോട് പെരുമാറേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ആ നിലക്കെല്ലാം പറയാറുണ്ടല്ലോ. സാധാരണഗതിയിൽ തന്നെ പറയാറുണ്ട്, കസ്റ്റമർ ഓൾവേസ് റൈറ്റ് എന്നുള്ളത്. അവൻ എപ്പോഴും അവനായിരിക്കും ഇത് എന്ന്. അങ്ങനെയാണ് ഒരു കച്ചവടക്കാരൻ മനസ്സിലാക്കേണ്ടത്. അവന്റെ ഭാഗത്ത് നിന്ന് എന്ത് ഇതുണ്ടെങ്കിൽ പോലും, അവന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ പോലും അത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ഡീൽ ചെയ്യണം, അതല്ലെങ്കിൽ പെരുമാറണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, ഞാൻ എപ്പോഴും ശരി എന്നുള്ള നിലപാടിൽ നിന്ന് മാറ്റിക്കൊണ്ട്, ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നുള്ളതും എന്റെ പ്രതികരണങ്ങൾ മാത്രമേ ശരിയുള്ളൂ എന്നുള്ളതും ഒരു നിലപാടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എനിക്കും തെറ്റ്
പറ്റാം, എന്റെ ജീവിതത്തിലും തെറ്റുകളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി വന്നുകൊണ്ട് ആ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും സന്തോഷങ്ങൾ, നമ്മുടെ കുടുംബത്തിലുണ്ടാവും സന്തോഷങ്ങൾ, നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകും സന്തോഷങ്ങൾ. അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ വീഴ്ചകൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.